ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ CPM കമ്മിറ്റി എന്ന വാർത്ത തള്ളി പി ജയരാജൻ. വസ്തുതയില്ലാത്ത വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരണം. ആരാധനാലയങ്ങൾ വിശ്വാസികൾ അണിനിരക്കേണ്ട ഇടമാണെന്നും ക്ഷേത്രങ്ങൾ വിശ്വാസികളാണ് നോക്കേണ്ടതെന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമില്ലെന്നും വിശദീകരണം. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കുന്നതിനായി CPM സംസ്ഥാന തലത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ തള്ളി CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജൻ. വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളാണ് ചില മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ വിശദമായ കുറിപ്പും പി ജയരാജൻ പങ്കുവച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ കമ്മിറ്റിയുമായി CPIM പി ജയരാജന് സംസ്ഥാനതല ചുമതല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ഇത്തരം വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും CPM അത്തരമൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ പ്രധാന ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് CPM. സമൂഹത്തിൽ നടക്കുന്ന വിവിധ വിഷയങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളോടെയാണ് പാർട്ടി ഇടപെടുന്നതെന്നും ഓരോ മേഖലയിലും എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൽ പാർട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട്. ആരാധനാലയങ്ങൾ വിശ്വാസികൾ അണിനിരക്കേണ്ട ഇടമാണെന്നും അവിടെ രാഷ്ട്രീയ സംഘടനകൾ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്നുമാണ് പി ജയരാജൻ അഭിപ്രായപ്പെട്ടത്. നിലവിൽ ചില വർഗീയ ശക്തികൾ ആരാധനാലയങ്ങളിൽ ആസൂത്രിതമായി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾക്കെതിരെ താൻ നിരന്തരം പ്രതികരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം നിലപാടുകളാണ് ചിലരെ അസ്വസ്ഥരാക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് വസ്തുതയില്ലാത്ത വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിശ്വാസികളാണ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടതെന്ന കാര്യത്തിൽ CPMന് യാതൊരു സംശയവുമില്ലെന്നും നേതാവ് വ്യക്തമാക്കി. അതേസമയം ക്ഷേത്രങ്ങളെയും മറ്റ് ആരാധനാലയങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പി ജയരാജൻ തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. സ്വന്തം സംഘടനാ താൽപര്യങ്ങൾക്കായി ആരാധനാലയങ്ങളെ ഉപയോഗിക്കുന്ന സമീപനമാണ് ചില സംഘടനകൾ സ്വീകരിക്കുന്നതെന്നും നേതാവ് വിമർശിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ബന്ധപ്പെട്ട സംഘടനകളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. വ്യാജവാർത്ത പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേർ തന്നെ നേരിട്ട് വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചുവെന്നും പി ജയരാജൻ പറയുന്നു. വിവിധ മാധ്യമങ്ങളിൽ ഒരേ രീതിയിലുള്ള വാർത്തകൾ വന്നതോടെ ചിലർ അത് വിശ്വസിച്ച സാഹചര്യവും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്നുവെന്ന് പറയപ്പെടുന്ന ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, മോഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളും തനിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പാർട്ടി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചെന്ന പ്രചരണം തെറ്റാണെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ പറയുന്നത് പോലുള്ള ഒരു തീരുമാനവും CPM എടുത്തിട്ടില്ലെന്നും എന്നാൽ അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പാർട്ടി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചെന്ന പ്രചരണം തെറ്റാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പ്രചരിക്കുന്ന വാർത്തകളിൽ പറയുന്നത് പോലെ ഒരു തീരുമാനവും CPM എടുത്തിട്ടില്ലെന്നും അതിനാൽ ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പി ജയരാജന്റെ വിശദീകരണത്തോടെ വിഷയം വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തുവന്നത്. അതേസമയം ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ CPM കമ്മിറ്റി രൂപീകരിച്ചെന്ന പ്രചരണത്തെക്കുറിച്ച് പാർട്ടി ഔദ്യോഗികമായും നിഷേധം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്.